ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ അന്വേഷിച്ച് പിടിച്ച് എൻ്റെ ഭവനം തേടി പിടിച്ച് ഭവനത്തിലേക്ക് വന്നു. ഞാൻ രാവിലെ എൻ്റെ ബൈബിൾ റീഡിങ്ങിൻ്റെ സമയത്ത് ഇദ്ദേഹം വന്ന് കോണിമ്പെല്ലടിച്ചു. ഞാൻ വന്ന് തുറന്നു. ഡസ്റ്റിൻ്റെ ഭവനമല്ലെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അതെ, വെൽക്കം ചെയ്തു. അകത്തോട്ട് പ്രവേശിപ്പിച്ചു. അകത്ത് വന്നിരുന്ന് സംസാരിച്ചു. എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഓക്കെ, സംസാരിക്കാം. അദ്ദേഹം ആദ്യം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. പല അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും എല്ലാം ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ആദ്യം ഒരു കാര്യം മനസ്സിലായി. പണ്ടെങ്ങോ കത്തോലിക്ക വിശ്വാസത്തിൽ ആയിരുന്ന ഒരു വ്യക്തി, എന്നാൽ ചില പ്രബോധനങ്ങളിലൂടെ മറ്റ് വിശ്വാസങ്ങളിലേക്ക് തേടിപ്പോയി. അങ്ങനെ വന്ന് ഇന്ന് യാതൊരുവിധ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവുമില്ലാതെ അങ്ങേയറ്റം പോയി നിൽക്കുന്ന ഒരു വ്യക്തിത്വം. അതായത് ആദ്യം ക്രിസ്തുവിൽ വിശ്വസിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് അടിയുറച്ച് നിന്നൊരു വ്യക്തി, എന്നാൽ പിന്നീട് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് പോയി സ്നാനപ്പെടുകയും അങ്ങനെയൊക്കെ പോവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഇന്ന് യാതൊരുവിധ വിശ്വാസത്തിൻ്റെ സമ്മേളനങ്ങളിലോ കൂട്ടായ്മകളിലോ ഡിനോമിനേഷനുകളിലോ പോകാതെ വീട്ടിൽ മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവവചനം മാത്രം വായിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു സഹോദരൻ. ഇദ്ദേഹം പറഞ്ഞ് എല്ലാ കാര്യങ്ങളെയും എതിർക്കാൻ തുടങ്ങി. വിശുദ്ധ കുർബാനയെ പൂർണ്ണമായിട്ട് എതിർത്തു. പൗരോഹിത്യമില്ല, കുരിശില്ല, ഒന്നുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ മുഴുവൻ, എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയൊരു കാര്യം, സ്ത്രീ ഒരിക്കലും പുരുഷനെ പോലെ രക്ഷ പ്രാപിക്കാൻ സാധിക്കത്തില്ല. പ്രസവിച്ചാൽ മാത്രമേ സ്ത്രീക്ക് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. കാരണം പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവൾ മാതൃത്വത്തിലൂടെ രക്ഷ പ്രാപിക്കണം. അപ്പോൾ മാതൃത്വത്തിലൂടെ അല്ലെങ്കിൽ പ്രസവിക്കാൻ സാധിക്കാത്ത സ്ത്രീകൾ എങ്ങനെ രക്ഷ പ്രാപിക്കും എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതെനിക്കറിയില്ല, അപ്പോസ്തലൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ എന്നൊരൊറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിച്ചു. അതായത് ബൈബിളിനെ, ദൈവവചനത്തെ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ മനസ്സിലാക്കി വഴിതെറ്റി പോയ ഒരു സഹോദരനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ ഒരു കൗതുകരമായൊരു സംഭവം, റോമൻ കത്തോലിക്ക സഭയാണ് വേശ്യ അല്ലെങ്കിൽ മഹാവേശ്യ എന്ന് ബൈബിൾ തന്നെ റോമൻ കത്തോലിക്ക സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു വാദം. ഞാൻ ചോദിച്ചു, അതെവിടെയായിരിക്കുന്നത്? എനിക്കറിയാം അദ്ദേഹം വെളിപാട് പുസ്തകമായിരിക്കും പറയാൻ പോകുന്നത്, അതിൻ്റെ ഫുട് നോട്ടായിരിക്കും പറയാൻ പോകുന്നത്. ഞാനത് ബൈബിളിൽ ഇല്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചു. എടുത്ത വഴിക്ക് അദ്ദേഹം പറഞ്ഞു, ബൈബിളിലുണ്ട്, ഞാൻ കാണിച്ചു തരാം, ബൈബിൾ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതേയിരിക്കുന്നു ബൈബിൾ, എടുത്തോ. അദ്ദേഹം പെട്ടെന്ന് വെളിപാട് പുസ്തകം 17-ാം അധ്യായം എടുത്തു. അതിൻ്റെ ഫുട് നോട്ട്, 1-ാം വാക്യത്തിനെ കുറിച്ചുള്ള ഫുട് നോട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, റോമ നഗരത്തെയാണ് ഇവിടെ മഹാവേശ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് റോമ നഗരമാണ്. കാരണം AD 90-കൾക്കും 100-കൾക്കും ഇടയിൽ എഴുതിയിരിക്കുന്ന വെളിപാട് പുസ്തകത്തിൽ അന്ന് റോമ നഗരത്തിൻ്റെ പേഗൻ ആരാധന രീതികൾ, അന്നുണ്ടായിരുന്ന വിഗ്രഹാരാധനയുടെ പൂർണ്ണ തലത്തെക്കുറിച്ചും അന്യ രീതികളെക്കുറിച്ചും ആ പേഗൻ വിശ്വാസത്തെക്കുറിച്ചും നിറഞ്ഞു നിന്ന റോമൻ നഗരത്തെയാണ് അവിടെ മഹാവേശ്യെന്നും വിഗ്രഹാരാധനയെ വേശ്യാവൃത്തിയെന്നും വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ഇത് റോമൻ കത്തോലിക്ക സഭയാണ് എന്നല്ലല്ലോ സഹോദര എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേൽക്കുകയാണ് ഉണ്ടായത്. അവസാനം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊടുത്ത് ചായയൊക്കെ കൊടുത്ത് ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. സമാധാനത്തോടെ സന്തോഷത്തോടെ പറഞ്ഞു വിട്ടു. പ്രിയമുള്ളവരെ, ഇന്ന് പലർക്കും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട്, അതായത് ദൈവവചനത്തെ സ്വയം വായിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ച് അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തെ അറിയാതെ തങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ വ്യാഖ്യാനിക്കുകയും അതിലൂടെ വിശ്വാസത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നവർ ഇന്ന് അനേകമാണ്. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നറിയാതെ, അതിൻ്റെ പഴയ നിയമ പ്രബോധനത്തിൻ്റെ രീതി എന്താണെന്നറിയാതെ, എന്താണ് ഇതിൻ്റെ വിശ്വാസ രീതി, അപ്പസ്തോലന്മാർ എന്തായിരുന്നു വിശ്വസിച്ചത്, അപ്പസ്തോലിക പാരമ്പര്യം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നൊന്നും ആർക്കും ഇന്ന് ബാധകമല്ല. പലപ്പോഴും വിഗ്രഹാരാധനയും അന്യാരാധനയും ഒക്കെ ന്യായീകരിക്കുമ്പോഴും നമ്മളും എടുക്കുന്ന രീതി ഇത് തന്നെയാണ്. ആദിമസഭയിലെ അപ്പസ്തോലന്മാരും സഭാപിതാക്കന്മാരും ഈ വചനത്തെ എങ്ങനെ കണ്ടിരുന്നു എന്ന് ഒരിക്കലും നമ്മൾ നോക്കത്തില്ല. പകരം ഇന്നത്തെ ന്യായീകരണ പ്രബോധനം എന്താണ് എന്ന് മാത്രം മുൻപോട്ട് വെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പലതിനെയും നമ്മൾ ന്യായീകരിക്കുന്നത് എന്നുള്ളത് ഈ സഹോദരൻ പറഞ്ഞ അതേ വ്യാഖ്യാന രീതി തന്നെയാണ് ഇന്ന് നമ്മളും പല ന്യായീകരണത്തിന് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളും വഴിതെറ്റുകയാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തുമാകട്ടെ, അത്തിമരത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഒരു പ്രബോധനം നമുക്ക് വളരെ വ്യക്തതയാണ്. മത്തായി സുവിശേഷം 21-ാം അധ്യായം 18-ാം വാക്യത്തിൽ
അവിടെ മത്തായി സുവിശേഷം അത്തിമരത്തെ ശപിക്കുന്നതിനെ കുറിച്ച് സുവിശേഷത്തിൽ 18 മുതലുള്ള വാക്യങ്ങൾ എഴുതി വച്ചിരിക്കുമ്പോൾ 2 സന്ദർഭത്തെ ഒറ്റ കാര്യമായി അവിടെ പറഞ്ഞു വച്ചിരിക്കുക. കാരണം അത്തിമരത്തെ യേശു ശപിക്കുന്നു, അത്തി ഉണങ്ങിപ്പോകുന്നു, അതിനുശേഷം എന്തിനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നുകൂടെ പ്രബോധനം നടത്തി മത്തായി സുവിശേഷൻ പോവുകയാണ്. എന്നാൽ മർക്കോസ് അതിൻ്റെ 11-ാം അധ്യായത്തിലെ 12-ാം വാക്യത്തിൽ അടുത്ത ദിവസം അവർ ബഥാനിയയിൽ നിന്നും വരുമ്പോൾ അവന് വിശന്നു, ഒരു അത്തിമരത്തെ കണ്ടു, അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്ത് ചെന്നു, എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നിനെയും കാണാതായപ്പോൾ ഈ അത്തിമരത്തെ ശപിച്ചു, ഇനി ഒരിക്കലും നിന്നിൽ നിന്നും ആരും പഴങ്ങൾ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് അതിനെ ശപിച്ചു എന്നാണ് മർക്കോസ് സുവിശേഷകൻ പറയുന്നത്. എന്നാൽ അതിൻ്റെ 11-ാം അധ്യായം 20-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പം അവൻ അതിരാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തൂടെ കടന്നു പോകുമ്പം അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു, ഗുരു നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ യേശു വ്യക്തതയോടുകൂടി പറഞ്ഞു, നിങ്ങൾ വിശ്വാസമുള്ളവരാകണം, വിശ്വാസത്തോടെ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറും. അതായത് മർക്കോസ് സുവിശേഷകൻ അത് 2 ദിവസത്തെ സന്ദർഭം അത് അങ്ങനെ തന്നെ ആദ്യം ശപിക്കുന്നതും പിന്നീട് എന്തിനാണ് താൻ ശപിച്ചത് എന്നുകൂടെ നടത്തുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളിവിടെ 2 സന്ദർഭം കൃത്യമായി മനസ്സിലാക്കുമ്പോൾ മത്തായി സുവിശേഷകൻ ഒറ്റ സന്ദർഭമായി എഴുതുകയും ചെയ്തപ്പം നമുക്കെല്ലാവർക്കും ഒരു സാധാരണ വായനക്കാരനൊരു സംശയം തോന്നാം, ഇതെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? യേശു തന്നെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ അത്തിമരത്തിൻ്റെ കാലമല്ലാതിരുന്നിട്ടും അതിനെ ശപിക്കുന്നത് എന്താ? തൻ്റെ ശക്തിയെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്താനാണോ? ഇതൊന്നുമല്ല എന്ന് മർക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ലൂക്കാ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 6 മുതൽ 9 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു ഒരു ഉപമ പറയുകയാണ്. ഒരുവൻ ഒരു മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു, അതിൽ നിന്നും ഫലം തേടി ചെന്നു. എന്നാൽ 3 പ്രാവശ്യം ചെന്നപ്പോഴും ഫലം ലഭിക്കാതെ വന്നപ്പം അവസാനം ഇതിനെ വെട്ടി തീയിലെറിയപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, ഞാൻ 1 വർഷം കൂടെ അതിനൊന്നും കൂടെ വളമിട്ട് അതിന് ഫലമുണ്ടോ എന്ന് നോക്കാമെന്ന് പറയുക. യേശു ഒരിക്കലും ഒറ്റ ദിവസം ചെന്ന് അത്തിയിൽ നിന്നും ഫലം പ്രതീക്ഷിച്ച് നോക്കി ഫലം കിട്ടാതെ വന്നപ്പോൾ അതിനെ നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ ശപിക്കുകയല്ല ചെയ്തത് എന്ന് ഈ ഉപമയിലൂടെ യേശു വ്യക്തമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കാ സുവിശേഷകൻ അത് വ്യക്തമായി ആ കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണം തൻ്റെ പരസ്യജീവിതകാലത്തെ 3.5 വർഷക്കാലം യേശു അതിന് വളമിട്ടു, അതിന് വചനത്തെ പറഞ്ഞു കൊടുത്തു, പ്രബോധനങ്ങളെ നൽകി. എന്നിട്ടും അതിൽ നിന്നും നല്ല ഫലം നൽകാതെ മോശം ഫലം നൽകുന്ന ആ അത്തിവൃക്ഷത്തെയാണ് യേശു ശപിക്കുന്നതും ഇനി ഒരിക്കലും നിന്നിൽ നിന്നും ആരും ഫലം പ്രതീക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞതുമെന്ന് യേശുവിൻ്റെ ഈ ഒരു ഉപമയിലൂടെ മനസ്സിലാക്കാം. എന്താണ് യേശു അത്തിമരത്തെ സൂചിപ്പിക്കുന്നത്? ഒരിക്കലും ആ ഫിസിക്കൽ അത്തിയെ അല്ല യേശു നോക്കുന്നത്, പകരം ഇസ്രായേലാകുന്ന ദൈവം നട്ടുപിടിപ്പിച്ച മുന്തിരിത്തോട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട ആ മുന്തിരികളുടെ നടുവിൽ എപ്പോഴും നനവും വളവും ലഭിക്കുന്ന ആ തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച ഇസ്രായേൽ എന്ന അത്തിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ നട്ടുപിടിപ്പിക്കപ്പെട്ടത് ഇന്ന് വിശുദ്ധ സഭയിലാണെങ്കിൽ, കർത്താവിൻ്റെ സഭയിലാണെങ്കിൽ, നീ ജനിച്ചപ്പോൾ മുതൽ ദൈവത്തിൻ്റെ സഭയിൽ വിശുദ്ധ ബൈബിളിനോടും ദൈവവചനത്തിൻ്റെയും അടുത്താണ് നീ നട്ടുപിടിപ്പിക്കപ്പെട്ടതെങ്കിൽ കർത്താവ് നിന്നിൽ നിന്നും ഒരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിൽ നിന്നും ദൈവം ഒരു ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നല്ല ഫലമാണ്, അനുഗ്രഹത്തിൻ്റെ ഫലമാണ്. അതൊരിക്കലും ഞെരിഞ്ഞുകളിൽ നിന്ന് ലഭിക്കുന്ന മോശപ്പെട്ട ഫലത്തെയല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്, നല്ല ഫലത്തെയാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് ഇന്നും നമ്മൾ കർത്താവിന് ഫലം കൊടുക്കാതിരുന്നാൽ തീർച്ചയായും ദൈവത്തിൻ്റെ ശാപം നമ്മുടെ മേൽ വരും. കാരണം ഇസ്രായേലാകുന്ന അത്തിയെ കർത്താവ് ശപിച്ചപ്പോൾ ഇസ്രായേലിൻ്റെ അധികാരികളെ, ഫരിസേയരെ, നിയമജ്ഞരെ, അവിടെ ഉണ്ടായിരുന്ന പുരോഹിതരെ, പ്രധാന പുരോഹിതരെ എല്ലാം തൻ്റെ സഭയെ നോക്കാൻ, തൻ്റെ സമൂഹത്തെ നോക്കാൻ അവരെയാണ് ഏൽപ്പിച്ചത്. ആട്ടിടയന്മാരോടാണ് പറയുന്നത്, ഇടയന്മാരോടാണ് പറയുന്നത്. അവരെയാണ് കർത്താവ് ശപിക്കുന്നത്, നിന്നിൽ നിന്നും ഇനി ആരും ഫലം പ്രതീക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത്. അവരെയാണ് തൻ്റെ ജനത്തെ നോക്കേണ്ടതും കാത്തു പരിപാലിക്കേണ്ടതും. എന്ത് ചെയ്യാം? ഇന്ന് നമ്മുടെ നേതാക്കന്മാർക്ക് പലപ്പോഴും പണമാണ് ലക്ഷ്യം. അവർക്കിഷ്ടമുള്ള പ്രബോധകരെ മാത്രമാണ് അവർ സന്തോഷിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രബോധകരെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരുവനോട് നിന്റെ പാപം നിന്നെ നശിപ്പിക്കും എന്ന് പറയാൻ പാടില്ല. ദൈവവചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന വിഗ്രഹാരാധനയെക്കുറിച്ച് പറയാൻ പാടില്ല.
അങ്ങനെയുള്ള പ്രബോധനങ്ങളൊന്നും നടത്തുന്നത് അവർ സുവിശേഷകരല്ല, പകരം അവർ അസൂയക്കാരാണ് എന്നുള്ളതാണ് പൊതുവെ ഇത്തരക്കാരുടെ പ്രബോധനം. എന്നെപ്പോലുള്ളവർ ദൈവവചനത്തിൽ തെറ്റായ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ കൂട്ടായ്മയിലോ നമ്മുടെ ഇടയിലോ നമ്മുടെ ഇടവകകളിലോ നടക്കുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ പറയുമ്പോൾ നോ, അത് പറയാൻ പാടില്ല. ഇവരെന്തുകൊണ്ട് അസൂയ പറയുന്നു? നീ സുവിശേഷം പറഞ്ഞാൽ മതി. കർത്താവ് ഈശോ മിശിഹാ നിർബന്ധ ബുദ്ധിയോടെ അത്തിയെ ശപിച്ച കർത്താവാണെന്നുള്ള ബോധ്യം നമുക്കില്ലാതെ പോയി പോകുന്നു. യേശു ക്രിസ്തു ശപിച്ച അത്തിമരം അത് സമൂലം നശിച്ചു പോയെങ്കിൽ ഇന്നുള്ള എല്ലാ മനുഷ്യർക്കും, നേതാക്കന്മാർക്കും, എല്ലാവർക്കും ഒരുപോലെ ഇത് ബാധകമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഞാനാകുന്ന അത്തിമരം ശപിക്കപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, തായ്തണ്ടാകുന്ന ഇസ്രായേലിനോട് കർത്താവ് കരുണ കാണിച്ചില്ല. ദൈവം അവരിൽ നിന്നും നല്ല ഫലങ്ങൾ പ്രതീക്ഷിച്ചു. എന്നാൽ അവർ കൊടുത്തതാകട്ടെ തെറ്റായ പ്രബോധനങ്ങളും തെറ്റായ ബോധ്യങ്ങളും. യേശു ക്രിസ്തു അതിനെ തിരുത്താൻ നോക്കിയിട്ട് പോലും അത് തിരിച്ചറിയാതെ പല പ്രാവശ്യം അതിന് വെള്ളമൊഴിച്ച് വളമിട്ട് അതിൻ്റെ കടകൾ വെട്ടിയൊരുക്കി എല്ലാ പ്രവൃത്തിയും ചെയ്തിട്ടും അതിൽ നിന്നും ലഭിച്ചത് ഞെരിഞ്ഞിലുകളാണെങ്കിൽ, മുള്ളുകളാണെങ്കിൽ അതിനെ ശപിക്കുന്ന ക്രിസ്തു തന്നെയാണ് ഇന്നും ദൈവമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമ്മൾ കർത്താവ് സ്ഥാപിച്ച സഭയുടെ അംഗങ്ങളാണെന്നും ഏറ്റവും വലിയ ജനമുള്ള വിശ്വാസികളുള്ള കൂട്ടായ്മയിലെ ഭാഗമാണെന്നും നമ്മളുടെ ആരാധന രീതികൾ ശ്രേഷ്ഠമാണെന്നും പാരമ്പര്യങ്ങൾ വലുതാണെന്നും എല്ലാം അഭിമാനിക്കുന്ന നമ്മളുടെ ഫലം എത്രത്തോളം നല്ലതാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. വൃക്ഷം നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലത്തെ നോക്കിയിട്ടാണ്. ഇന്ന് വിശ്വാസികൾ എന്താണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്? തൻ്റെ ഭൗതികമായ ലക്ഷ്യത്തിനു വേണ്ടി IELTS-ഉം OET-യും വിദേശ രാജ്യങ്ങളും പഠനങ്ങളും പണവും ഈ പണത്തിൻ്റെ പിന്നാലെയുള്ള കച്ചവടങ്ങളും ഇങ്ങനെയുള്ള ആകുലതയിലാണ് നമ്മുടെ ജനമെങ്കിൽ, ദൈവിക കാര്യങ്ങളിൽ നമുക്ക് യാതൊരുവിധ താല്പര്യവുമില്ലെങ്കിൽ, ക്രിസ്തുവിനെക്കുറിച്ചോ ദൈവവചനത്തെക്കുറിച്ചോ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെക്കുറിച്ചോ നിത്യജീവനെക്കുറിച്ചോ സ്വർഗരാജ്യത്തെക്കുറിച്ചോ നമുക്ക് യാതൊരുവിധ ആകുലതയുമില്ല. പകരം ഇന്നത്തെ ദൈനംദിന ജീവിതത്തിലെ സുഖഭോഗങ്ങളെക്കുറിച്ചും ലൗകികമായ മറ്റ് ആഡംബരങ്ങളെക്കുറിച്ചും ലക്ഷറികളെക്കുറിച്ചും മാത്രമാണ് നമുക്ക് ചിന്തയെങ്കിൽ നമ്മളിൽ നിന്നും ലഭിക്കുന്ന ഫലം ഒരിക്കലും നല്ലതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണം, എന്നാൽ ഈ അനുഗ്രഹങ്ങളോടൊപ്പം തന്നെ സുവിശേഷത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും നമുക്കൊരു ബോധ്യമുണ്ടാകണം. അല്ലെങ്കിൽ അത്തിയെ ശപിച്ച ക്രിസ്തു ഇന്നും നമ്മുടെ ദൈവമാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മളിൽ നിന്നും ക്രിസ്തു നല്ല ഫലത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് അത്തിമരത്തിൻ്റെ കാലമല്ലായിരുന്നു. ഇലകൾ തളിർത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഇലകൾ തളിർത്ത് നിൽക്കുന്നത് അതിൻ്റെ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എണ്ണം അനേകമുണ്ട് നമ്മുടെ ഇടവകകളിലും ദേവാലയങ്ങളിലും നമ്മുടെ ഡിനോമിനേഷനുകളിലും. ഇന്ന് മറ്റെല്ലാ സഭകളെക്കാളും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികളുടെ എണ്ണത്തിലുണ്ട് എങ്കിൽ, എന്നാൽ ആ വിശ്വാസികൾ ക്രിസ്തുവിലല്ല എങ്കിൽ, ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെയാണ് ഭൂരിഭാഗമെങ്കിൽ, നമ്മൾ തിരിച്ചറിയണം, ഇലകൾ തളിർത്ത് നിൽക്കുന്ന നമ്മെ ശപിക്കാൻ അധിക ദിനമില്ല. ഇത് അത്തിമരത്തിൻ്റെ അല്ലെങ്കിൽ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാതിരിക്കുമ്പോൾ പോലും കർത്താവ് നമ്മളിൽ നിന്നും നല്ല ഫലത്തെ പ്രതീക്ഷിക്കുന്ന ദൈവമാണെങ്കിൽ നമ്മെ ശപിക്കാനിടയാകും. ഇനിയൊരിക്കലും നിന്നിൽ നിന്നും നല്ല ഫലങ്ങൾ ലഭിക്കാതിരിക്കട്ടെ എന്ന് പറയാതിരിക്കണം. സുവിശേഷമാണ് നമ്മുടെ ലക്ഷ്യം. മാർപ്പാപ്പ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ സഭയുടെ ലക്ഷ്യം സുവിശേഷമാണ്. ആചാരങ്ങളല്ല, അനുഷ്ഠാനങ്ങളല്ല, മറ്റൊന്നുമല്ല. സഭയുടെ ലക്ഷ്യം സുവിശേഷമാണ്. കാരണം ഇന്ന് ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിപ്പോയ ഒരു സഭയെയാണ് നമ്മൾ കാണുന്നത്. അനുദിന ആചാരങ്ങളെ മാത്രം, അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെയല്ല നമ്മൾ വാർത്തെടുക്കേണ്ടത്. പകരം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന, ആചാരങ്ങൾ നമ്മളെ രക്ഷിക്കത്തില്ല, അനുഷ്ഠാനങ്ങൾ നമ്മളെ നിത്യജീവനിലേക്ക് എത്തിക്കത്തില്ല, പകരം യേശുവാണ് നമ്മളെ അവിടേക്ക് എത്തിക്കുന്നത്, അവൻ്റെ വചനമാണ് നമ്മളെ നിത്യജീവിതത്തിലേക്ക് അടുപ്പിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. വെറുതെ പോയി കുമ്പസാരിക്കുന്ന, വെറുതെ പോയി കുർബാന സ്വീകരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ ആഘോഷങ്ങളും മാത്രമായി നമ്മുടെ സഭകൾ ഒതുങ്ങിപ്പോകുന്നു. അന്യ ആരാധനകൾ, വിഗ്രഹാരാധനകൾ, തെറ്റായ ബോധ്യങ്ങൾ, തെറ്റായ പ്രാർത്ഥനാ രീതികൾ, ഇത് മാത്രമായി നമ്മുടെ സഭകൾ ഒതുങ്ങിപ്പോകുന്നു, വിശ്വാസ സമൂഹം ഒതുങ്ങിപ്പോകുന്നു എന്ന് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.
ഇനിയെങ്കിലും യേശു പറഞ്ഞതുപോലെ ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ. ഞാനും ആഗ്രഹിക്കുക ഇന്നെങ്കിലും കർത്താവിൻ്റെ സ്വരം ശ്രവിച്ചെങ്കിൽ ശപിക്കപ്പെട്ട അത്തിയാകാതെ നമ്മൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിക്കാം. ക്രിസ്തുവിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന യേശുവിനെ, ദൈവവചനത്തിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തി ആ ക്രിസ്തുവിനെ, ഫലം നൽകുന്ന ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാം. ഒരു ക്രിസ്ത്യാനിയായി, ഫലം നൽകുന്ന ക്രിസ്ത്യാനിയായി നമുക്ക് മാറാം. നല്ല ഫലമുള്ള ക്രിസ്ത്യാനിയായി നമുക്ക് മാറാം. അത്തിമരത്തെ ശപിച്ചതുപോലെ കർത്താവ് നമ്മളെ ശപിക്കാൻ ഇടയാക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്തുകൊണ്ടാണ് യഹൂദ പ്രമാണികളെ നോക്കി, ഇസ്രായേൽ ജനത്തെ നോക്കി കർത്താവ് ശപിച്ചത്? യേശു തൻ്റെ ജനത്തെ, ശ്രേഷ്ഠമായ ജനത്തെ, ഇസ്രായേലെ ഞാൻ നിന്നെ മറക്കത്തില്ല, ഇസ്രായേൽ എൻ്റെ കണ്ണിലെ കൺമണിയാണ്, എൻ്റെ കൃഷ്ണമണിയാണ് എന്നെല്ലാം പറഞ്ഞ് വലിയ ഉപമകൾ നടത്തിയ കർത്താവ് അതേ ഇസ്രായേലിനെ നോക്കി ശപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം തൻ്റെ ജനത്തിൻ്റെ സങ്കടങ്ങളെ കണ്ടുകൊണ്ട്, കണ്ണുനീരിനെ കണ്ടുകൊണ്ട് ചെങ്കടലിനെ പിളർത്തി ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും, തിന്മയുടെ അടിമത്തത്തിൽ നിന്നും അവരെ മോചിപ്പിച്ച് ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുവന്നു. അവരുടെ മുൻപിൽ നിന്ന് ജെറിക്കോയെ തകർത്തു, ജോർദാനെ പിളർത്തി, അവർക്ക് മന്നയെ കൊടുത്തു, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അവർക്ക് കാടപ്പക്ഷികളെ കൊടുത്തു, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി, അവർ പാമ്പുകളുടെ കടിയേറ്റപ്പോൾ അവർക്ക് ആശ്വാസമായി, അനുഗ്രഹമായി, അവർക്ക് രക്ഷയായി, നിത്യജീവനായി, എല്ലാ നേരത്തും അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് തൻ്റെ ജനത്തെ നടത്തി കാനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിച്ചു. എന്നാൽ കാനാൻ ദേശത്ത് പ്രവേശിച്ച ജനം തങ്ങൾ സമ്പന്നരാണെന്ന് കാണുകയും അനുഗ്രഹിക്കപ്പെടുന്നത് കാണുകയും അനുദിനം അവരുടെ ദൈവത്തിൽ നിന്നും അകന്ന് വിഗ്രഹങ്ങളുടെ പിന്നാലെ, അന്യാരാധനയുടെ പിന്നാലെ, ലോകത്തിൻ്റെ മോഹങ്ങളുടെ പിന്നാലെ പോയി ദൈവത്തെ മറന്ന്, ഇസ്രായേലിലെ ദൈവത്തെ അവഹേളിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായി ദേവാലയങ്ങളിൽ, ആരാധനകളിൽ വരുമെങ്കിലും അവരുടെ അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടി അവരുടെ കാളകളെ, അവരുടെ ആടുമാടുകളെ, അവരുടെ പ്രാവിൻകൂട്ടങ്ങളെ അനുദിനം അവർ ബലിയർപ്പിക്കുന്നു എന്നല്ലാതെ അവരുടെ ഹൃദയപരിച്ഛേദനം ഉണ്ടായില്ല. ദൈവത്തോട് അവർ ചേർന്നില്ല. ദൈവവചനത്തെ അവർ കാറ്റിൽ പറത്തി. അവർ ദൈവത്തിൽ നിന്നും അകന്നുപോയി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായി ഹൃദയങ്ങളെ നുറുങ്ങിയ ഒരു വിശ്വാസി പോലും ഇല്ലാത്ത അവസ്ഥയെ നോക്കി കർത്താവ് പറയുകയാ, അത്തിമരം, ഇസ്രായേലാകുന്ന അത്തിമരത്തെ ഞാൻ ശപിക്കുന്നു, ഇനി ഒരിക്കലും നിന്നിൽ നിന്നും ഫലം പുറപ്പെടുവിക്കാതിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സഭയാകുന്ന നമ്മൾ ഓരോരുത്തരും അനുദിനം വിശുദ്ധീകരിക്കപ്പെട്ട് ഏകദേശം 300 വർഷക്കാലത്തിലധികം പീഡനങ്ങളിലൂടെ കടന്നുപോയ സഭ, കഷ്ടതകളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സഭ, അതേ സഭ റോമാ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൽ, പത്രോസിൻ്റെ സിംഹാസനത്തിൽ ഏറ്റവും വലിയ സഭയായി ലോകം മുഴുവൻ അധികാരങ്ങളിലൂടെ, അവകാശങ്ങളിലൂടെ ലോകം മുഴുവൻ പടർന്നു പിടിച്ച് ഇന്ന് കേരളത്തിലെ നമ്മളും അതേ സഭയുടെ കീഴിലായിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, പണ്ട് ഇസ്രായേലിനെ ശപിച്ച കർത്താവ് ഇന്നും കർത്താവാണ്. അവൻ ഇസ്രായേലിനെ ശപിക്കാനുണ്ടായിരുന്ന കാരണം എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒതുങ്ങിപ്പോയി. ബലികളുണ്ടായിരുന്നു, കാഴ്ചകളുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, നിന്റെ ബലി എനിക്ക് അലോസരമാ, ഞാനത് ആഗ്രഹിക്കുന്നില്ല, ആ മുറവിളികൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നുറുങ്ങിയ ഹൃദയമാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ഇന്ന് നമ്മൾ എത്ര പേര് നുറുങ്ങിയ ഹൃദയമുണ്ട്? യഥാർത്ഥമായ പശ്ചാത്താപമുണ്ട്, യഥാർത്ഥമായ അനുതാപമുണ്ട്. ഈ അനുതാപത്തിലൂടെ യേശുവിൻ്റെ കാൽവരിയിലെ ക്രൂശിനെ നോക്കി യേശുവിൻ്റെ ശരീരത്തെ, രക്തത്തെ സ്വീകരിക്കുന്നുണ്ട്. ഓരോ ദിവസവും ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ, അനുദിന ദിവ്യബലിയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ, ഇന്ന് പോലും ഞാൻ എൻ്റെ ദേവാലയത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച വളരെ വിചിത്രമായിരുന്നു. ഒരു സഹോദരൻ 4 പ്രാവശ്യം തൻ്റെ ഫോണിൽ റിങ് അടിക്കുമ്പോൾ പുറത്തോട്ട് പോയി ആ കോളിനെ സംസാരിച്ച് വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും പുറത്തു പോയി, വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും പുറത്തു പോയി, വീണ്ടും തിരിച്ചു വന്നു. അതിനുശേഷം പോയി നാവ് നീട്ടി സ്വീകരിച്ചു, യേശുവിൻ്റെ ശരീരം സ്വീകരിച്ചു. യേശു ക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട നിങ്ങൾ എൻ്റെ ഓർമ്മയെ ആചരിക്കുമെന്ന് പറയുമ്പോൾ യാതൊരുവിധ കുത്തും കൊള്ളാതെ, താല്പര്യമില്ലാതെ, അതിനേക്കാൾ പ്രാധാന്യമായി ഏതോ ഫോണിൻ്റെ അങ്ങേയറ്റത്തുള്ള ഏതോ വ്യക്തി വിളിക്കുന്നത് മാത്രം കാതോർത്തിരിക്കുന്ന, അതിന് പ്രാധാന്യം കൊടുക്കുന്ന, ഇത് വെറും ചടങ്ങായി, വെറും ഒരു അനുകരണമായി, യാതൊരുവിധ വിശുദ്ധിയുമില്ലാതെ ഇങ്ങനെ നടത്തുന്ന ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ നോക്കി കർത്താവ് പറയും, നിങ്ങളിൽ നിന്നും ഇനി ഒരിക്കലും ആരും ഫലം പ്രതീക്ഷിക്കാതിരിക്കട്ടെ എന്ന് കർത്താവ് പറയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്ന വിശ്വാസികളിൽ 1-2 പേര് എങ്കിലും വിശ്വാസികളായി ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു.
ഇതെൻ്റെ തന്നെ സംശയമാണോ എന്നെനിക്കറിയത്തില്ല. ഞാൻ സങ്കടപ്പെടുന്നു ഇതിനെ ഓർത്ത്. ഇനിയെങ്കിലും വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ എൻ്റെ യേശു നുറുങ്ങപ്പെട്ടത്, കാൽവരിയിൽ യാഗമായത് എനിക്ക് വേണ്ടിയാണ്. മറുവിലയായത് എനിക്ക് വേണ്ടിയാണ്. 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുക്കപ്പെട്ടത് എനിക്ക് വേണ്ടിയിട്ടാണ്. പാപപരിഹാരമായി അവൻ അർപ്പിക്കപ്പെട്ടത് അവൻ്റെ ശരീരമാണ്, അവൻ്റെ രക്തമാണ്. അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി അർപ്പിച്ചു എന്ന ബോധ്യത്തിൽ മറ്റെല്ലാ പ്രാധാന്യത്തെയും മാറ്റിവെച്ച്, മറ്റെല്ലാത്തിനെയും മാറ്റിവെച്ച് 1 മണിക്കൂറെങ്കിലും യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്ക് മറ്റെല്ലാം മാറ്റിവെച്ച് 1 മണിക്കൂറെങ്കിലും എൻ്റെ കൂടെ ഇരിക്കാൻ സാധിക്കുന്നില്ലേ? ഈ 1 മണിക്കൂറെങ്കിലും മറ്റ് ചിന്തകളെ മാറ്റി, ഫോൺ കോളുകളെ മാറ്റി, നിങ്ങളുടെ തിരക്കുകളെ മാറ്റി നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കർത്താവ് നമ്മളെ നോക്കി പറയും, ശപിക്കപ്പെട്ടവരെ, ഇനി ഒരിക്കലും നിന്നിൽ നിന്നും ആരും ഫലം പ്രതീക്ഷിക്കാതിരിക്കട്ടെ. അങ്ങനെ പറയാൻ കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ. നമ്മളിൽ നിന്നും കർത്താവിന് നല്ല ഫലം നൽകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം പറഞ്ഞതുപോലെ വേശ്യാവൃത്തിയിലൂടെ, വിഗ്രഹാരാധനയിലൂടെ ദൈവത്തെ മറന്ന് ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറാതെ ക്രിസ്തുവിൽ സ്വീകാര്യനായി മഹാവേശിയെന്ന് നമ്മളെ മുദ്രകുത്താതെ ദൈവം നമ്മെ കാക്കട്ടെ, ദൈവം നമ്മെ പരിപാലിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാത്തിൽ നിന്നും ഓടിയകന്ന് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്നേഹിക്കാം.